സോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 2 ആണ്, ക്ലോസസിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കി പാസേജസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എക്സസീവ് ഗെയിമിംഗ് ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ആണ് കേട്ടോ. ബോത്ത് ഡാഷ് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് എസ്പെഷ്യലി എമംഗ് യങ് പീപ്പിൾ. എക്സസീവ് ആയിട്ടുള്ള ഗെയിമിംഗ് ആണ്. എക്സസീവ് ആയിട്ടുള്ള ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. എക്സസീവ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ അത് എന്തിനെയൊക്കെ എന്ന് നോക്കാം. ഫിസിക്കൽ ഹെൽത്തിനെയും എന്തിനേയും ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇമോഷൻസിനെയാണോ, സൊസൈറ്റിയെയാണോ, കൊഗ്നീഷനെയാണോ? കൊഗ്നീഷൻ മീൻസ് നോളജുമായി ബന്ധപ്പെട്ട മെൻ്റൽ പ്രോസസ്സിനെയാണ് നമ്മൾ കൊഗ്നീഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് കൊഗ്നീഷൻ? മെൻ്റൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ഗെയിനിങ് നോളജ് ആണ് കേട്ടോ. മെൻ്റൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ഗെയിനിങ് നോളജ്, ദാറ്റ്സ് കോൾഡ് കൊഗ്നീഷൻ. നോളജുമായി ബന്ധപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. കൊഗ്നീഷൻ അതോ മെൻ്റലിനെയാണ്. അപ്പോൾ നമുക്കറിയാം അത് സിമ്പിളായിട്ടുള്ളതാണ്. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ആണ് അല്ലേ. അപ്പോൾ എക്സസീവ് ആയിട്ടുള്ള ഗെയിമിംഗ് ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് എസ്പെഷ്യലി എമംഗ് യങ് പീപ്പിൾ. സോഷ്യൽ മീഡിയ ഫ്രീക്വൻ്റ്ലി എക്സ്പോസസ് യൂസേഴ്സ് ടു ഡാഷ് കണ്ടൻറ്റ്. ഡാഷ് കണ്ടൻറ്റ് എന്ത് കണ്ടൻ്റ് ആണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. എന്ത് കണ്ടൻ്റ് ആണെന്ന് നോക്കട്ടെ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ്: ന്യൂസ് ആണോ, അഡ്വർടൈസിംഗ് ആണോ, ഗെയിമിംഗ് റിലേറ്റഡ് ആണോ, അതോ എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആണോ? ന്യൂസ് കണ്ടന്റ് ആണോ, അതോ ഓപ്ഷൻസ് എന്ത്? ന്യൂസ് ആണോ, അഡ്വർടൈസിംഗ് ആണോ, ഗെയിമിംഗ് റിലേറ്റഡ് ആണോ, അതോ എഡ്യൂക്കേഷനിലാണോ നോക്കാം നമുക്ക്. ഓക്കെ, നോക്കിയിട്ട് വരാം. സോഷ്യൽ മീഡിയ ഫ്രീക്വൻലി എക്സ്പോസേഴ്സ് യൂസേഴ്സ് ടു ഡാഷ് കണ്ടന്റ് വിച്ച് മേ ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ. ഏതാണ്? ഗെയിമിംഗ് റിലേറ്റഡ് ആണ് അല്ലേ. യൂസേഴ്സ് ടു ഗെയിമിംഗ് റിലേറ്റഡ് കണ്ടന്റ് വിച്ച് മേ ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഫ്രീക്വൻലി എക്സ്പോസ് യൂസേഴ്സ് ഈ ഗെയിം കൂടുതലായി കളിക്കുന്നത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു? അവരുടെ സ്വഭാവത്തെ എന്ത് ചെയ്യുന്നു? അഫക്റ്റ് ചെയ്യുന്നു. ഹൗവർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദിസ് ഇഫക്റ്റ് ആണ് കേട്ടോ has not been widely studied. In this study 25 young dash എന്നുള്ളത് എന്താണ്? യങ് ഡാഷ് നോക്കാം. ആവറേജ് ഏജ് 21.5 ആണ്. ആവറേജ് ഏജ് 21.5 ആണ്. അപ്പോൾ നോക്കാം, ഇൻ ദിസ് സ്റ്റഡി, ഈ പഠനത്തിൽ 25 യങ് ഡാഷ് മൈനേഴ്സ് ആണോ, ടീനേജേഴ്സ് ആണോ, ചിൽഡ്രൻ ആണോ, അഡൽട്ട്സ് ആണോ? ആവറേജ് 21.5 എന്നാണ്. ആവറേജ് ഏജ് 21.5 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? അഡൽട്ട്സ് ആണ് അല്ലേ. ഹു പ്ലേഡ് ഓൺലൈൻ ഗെയിംസ് കാഷ്വലി വേറെ എക്സാം ഉണ്ട്. അപ്പോൾ 21.5 ഏജ് എന്ന് വന്നുകൊണ്ടാണ് നമുക്ക് എന്ത് ഉത്തരം കിട്ടിയത്? അഡൽട്ട്സ് എന്നുള്ള ഉത്തരം കിട്ടിയത്. Participants reported their gaming desire after being exposed to gaming related content on social media. An implicit association test was also conducted to measure their implicit attitude towards this content. Additionally, the relationship between these attitudes and psychological factors such as personality traits and impulsiveness was investigated. The research showed that the participants had a stronger gaming desire when exposed to gaming cues and compared to dash content. എന്ത് കണ്ടന്റ് ആണെന്ന് നോക്കാം നമുക്ക്. നെഗറ്റിവിറ്റി കണ്ടന്റ് ആണോ, ന്യൂട്രൽ കണ്ടന്റ് ആണോ, ഗെയിമിംഗ് കണ്ടന്റ് ആണോ, പോസിറ്റിവിറ്റി കണ്ടന്റ് ആണോ? അതെന്തായാലും ഒരു പോസിറ്റിവിറ്റി കണ്ടന്റ് എന്നോ നെഗറ്റിവിറ്റി കണ്ടന്റ് എന്നോ വരത്തില്ല അല്ലേ. അപ്പോൾ എന്തേ വരത്തുള്ളൂ? അവിടെ ന്യൂട്രൽ എന്ന് പറയുന്ന വേർഡേ വരത്തുള്ളൂ അല്ലേ. ന്യൂട്രൽ കണ്ടന്റ് ആണെന്ന് വരത്തുള്ളൂ. ന്യൂട്രൽ കണ്ടന്റ്. ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. നെഗറ്റിവിറ്റി ആണോ, അതോ ന്യൂട്രൽ ആണോ, ഗെയിമിംഗ് ആണോ, പോസിറ്റിവിറ്റി ആണോ നോക്കാം നമുക്ക്. ന്യൂട്രൽ ആണോ, ഗെയിമിംഗ് ആണോ നോക്കാം. എന്തായാലും നെഗറ്റിവിറ്റി വരത്തില്ല, പോസിറ്റിവിറ്റിയും വരത്തില്ല. The results showed that the participants had a strong gaming desire which when exposed to gaming cues as compared to a neutral content. They also had a positive implicit attitude towards gaming content. Okay, moreover, higher levels of neuroticism where ആണ് അവിടെ വന്നത്. ഓക്സിലറി വെർബായിട്ട് അവിടെ എന്താണ് വന്നത്? വേർ ആണ് വന്നത്. അപ്പോൾ ഇതൊരു നമുക്ക് നോക്കാം. അത് സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരം കിട്ടും. വെയർ ഫൗണ്ടഡ് എന്ന് വരത്തില്ല, ഫൈൻഡ് എന്ന് വരത്തില്ലയോ, ഫൈൻസ് എന്ന് വരത്തില്ലയോ? ഏതാണ് വരേണ്ടത്? ഫൗണ്ടഡ് എന്ന് വരത്തില്ലയോ, അത് വരത്തില്ലയോ എന്നല്ല വരുമോ? ഫൗണ്ട് എന്ന് വരുമോ, ഫൈൻസ് എന്ന് വരുമോ, ഫൈൻഡ് എന്ന് വരുമോ? വേറല്ലേ വന്നത്. ഫൈൻഡ് എന്ന് വരത്തില്ല, ഫൈൻസ് എന്ന് വരത്തില്ല. കാരണം വേർ എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ V3 വരത്തുള്ളൂ. V3. അപ്പോൾ വേറെന്ന് വോസോ, വേർ, ഈസോ, ആമോ, ആറോ, വോസോ, വേറോ നമ്മൾ പാസീവ് വോയിസിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോം വേണം യൂസ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. എന്താണ്? ആക്റ്റീവ് വോയിസിൽ
അല്ല സോറി പാസീവ് വോയിസിൽ നമ്മൾ ഈസോ ആമോ ഓറോ വോസോ വേറോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്ത് വേണം യൂസ് ചെയ്യാൻ, V3 വേണം യൂസ് ചെയ്യാൻ. ഇവിടെ ഫൗണ്ടഡും ഫൗണ്ടും നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൗണ്ട് എന്ന് പറയുന്ന വേർഡിൻ്റെ V2 V3 ആണ് ഫൗണ്ടഡ്. ഫൗണ്ട് എന്ന് പറയുന്ന V1 ആയിട്ട് വന്നാൽ ഫൗണ്ട്. ഓക്കെ, ഫൗണ്ട് സെറ്റപ്പ് അല്ല എസ്റ്റാബ്ലിഷ് എന്നുള്ള മീനിങ് ഉള്ള വരുന്ന ഫൗണ്ട് ഇല്ലേ, ഫൗണ്ട് ഹി ഫൗണ്ടഡ് ആൻ ഓർഗനൈസേഷൻ അല്ലയോ എന്നൊക്കെ പറയത്തില്ല. ഇതിൻ്റെ ഫൗണ്ടർ ഇദ്ദേഹമാണ്, ഇതിൻ്റെ സ്ഥാപകൻ ഇദ്ദേഹമാണ് എന്ന് പറയത്തില്ലേ, ഫൗണ്ടർ എന്ന് പറയുമ്പോൾ ഫൗണ്ട് എന്ന് പറയുന്ന V1ൻ്റെ V2 V3 ഫൗണ്ടഡ് ആൻഡ് ഫൗണ്ടഡ് ആണ്. ഇനി ഫൈൻഡ് എന്ന് പറയുന്ന V1ൻ്റെ ഫൈൻഡ് എന്ന് പറയുന്ന V1ൻ്റെ V2 V3 ഫൗണ്ട് ആണ്. ഫൈൻഡ് ഫൗണ്ട്. ഓക്കെ, അവിടെ നമുക്ക് ഏത് ഫൗണ്ട് വരുമോ ഫൗണ്ടഡ് വരുമോ നമുക്ക് നോക്കാം. ഈ രണ്ടിൽ ഏതോ ഒരാളെ വരത്തുള്ളൂ. Moreover, higher levels of neurocriticism were found to correlate. Find എന്ന് പറയുന്ന വേർഡിൻ്റെ past tense അവിടെ വരത്തുള്ളൂ. were found to correlate with great explicit gaming desire എന്ന് വരുന്നു. അപ്പോൾ ആദ്യത്തേനകത്ത് മെൻ്റൽ വന്നു, രണ്ടാമത്തേനകത്ത് വന്നത് ഗെയിമിംഗ് കണ്ടൻറ്റ് വന്നു, മൂന്നാമത്തേനകത്ത് അഡൽട്ട്സ് വന്നു, നാലാമത്തേനകത്ത് ഗെയിമിംഗ് കണ്ടൻറ്റ് വന്നു, അഞ്ചാമത്തേനകത്ത് എന്ത് കണ്ടൻറ്റ് വന്നു, ഫൗണ്ട് വന്നു അല്ലേ. ഓക്കെ ആണല്ലോ ഇത്രയും. അപ്പോൾ നമുക്ക് എന്താണ് മീനിങ് കിട്ടി, കൊഗ്നീഷൻ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു നോളജ് ആണ് അല്ലേ. മെൻ്റൽ പ്രോസസ്സ് ഇൻവോൾവ് ഇൻ ഗെയിനിങ് നോളജ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ആണ്, വന്നതാണ് എന്തിൻ്റെ അർത്ഥം, കൊഗ്നീഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം. പിന്നെ ഫൗണ്ടും ഫൈൻഡും ഇതൊന്നും അറിഞ്ഞിരിക്കുക. ഫൈൻഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ V2 V3 ഫൗണ്ടാണ്. ഫൗണ്ടഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഫൗണ്ട് എന്ന് പറയുന്ന വേർഡിൻ്റെ V2 V3 ഫൗണ്ടഡ് ആണ്. ഓക്കെ ആണല്ലോ, അതായത് രണ്ടാണ്. ഇങ്ങനെയാണ് ഫൈൻഡ്. ഓക്കെ, ഇനി അടുത്തത് ഫൗണ്ട് എന്ന് പറയുന്ന വേർഡ് V1 ആയിട്ട് വന്നാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫൈൻഡ് ഫൗണ്ടഡ് അത് മനസ്സിലാക്കിയിരിക്കുക. പാസീവ് വോയിസിൽ നമ്മൾ ഈസ് ആമ് ആറ് ഓസ് വേറ് എന്താണ് ഈസ് ആമ് ആറ് ഓസ് വേറ് എന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്കിന് നമ്മൾ എന്താണ് അവിടെ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ V3 വേണം നമ്മളവിടെ യൂസ് ചെയ്യാൻ. ഓക്കെ, next one, the following passage, some words have been deleted. Read the passage carefully and answer the questions that follow to select the most appropriate option to fill in each blank. The impact of climate change on global agriculture is dash concern among scientists and policy makers. Rising temperatures and unpredictable weather pattern dash crop yields and food security. നമുക്ക് നോക്കാം. Impact of climate change on global agriculture is a dash concern among scientists and policy makers. സയൻറ്റിസ്റ്റുകളുടെയും പോളിസി മേക്കേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ഡാഷ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് എന്തെന്ന് പറയുന്നത്, ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ ഗ്ലോബൽ അഗ്രികൾച്ചർ. ഗ്ലോബൽ ആയിട്ടുള്ള അഗ്രികൾച്ചറിൽ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഡാഷ് ആയിട്ടുള്ളൊരു കൺസേൺ ആണ് അല്ലേ. ചെറിയൊരു കൺസേൺ ആയിരിക്കുമോ വലിയ കൺസേൺ ആയിരിക്കുമോ, അതായത് കൂടി വരുവാണോ കുറഞ്ഞു വരുവാണോ. അപ്പം ഡിക്രീസിങ് കൺസേൺ ആണോ, സ്റ്റേബിൾ ആയിട്ടുള്ള കൺസേൺ ആണോ, അതോ ഇൻക്രീസിങ് ആയിട്ടുള്ള കൺസേൺ ആണോ, അത് റെലവൻ്റ് അല്ലാത്ത പ്രാധാന്യമില്ലാത്ത കൺസേൺ ആണോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റ നോട്ടത്തിൽ അറിയാം, ആൻഡ് ഇൻക്രീസിങ് കൺസേൺ ആണ്. ഇൻക്രീസിങ് കൺസേൺ അല്ലേ, ഇൻക്രീസിങ് കൺസേൺ ആണ് അവിടെ വരുന്ന ഉത്തരം. അതെല്ലാവർക്കും അറിയാമല്ലോ, അറിയാം. അപ്പോൾ ദ ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ ഗ്ലോബൽ അഗ്രികൾച്ചർ ഈസ് ആൻ ഇൻക്രീസിങ് കൺസേൺ അമംഗ് സയൻറ്റിസ്റ്റ് ആൻഡ് പോളിസി മേക്കേഴ്സ്. റൈസിങ് ടെമ്പറേച്ചേഴ്സ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ വെതർ പാറ്റേൺസ് ഡാഷ് ക്രോപ്പ് yields ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. അതായത് നമുക്ക് നോക്കാം വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെബിലൈസ് ആണോ, പ്രൊമോട്ട് ആണോ, എൻഹാൻസ് ആണോ, ജിയോപാർഡൈസ് ആണ്. ജിയോപാർഡൈസ് മീൻസ് ഇൻ ഡേഞ്ചർ എന്നാണ്, ഹാംഫുൾ ആണ് കേട്ടോ, ഹാംഫുൾ ആണ്. സ്റ്റെബിലൈസ് ചെയ്യുകയാണോ, പ്രൊമോട്ട് ചെയ്യുകയാണോ, എൻഹാൻസ് ചെയ്യുകയാണോ, അതോ ഹാംഫുൾ ആണോ. ക്രോപ്പ് yieldsനെയും ഫുഡ് സെക്യൂരിറ്റിയും റൈസിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വെതർ പാറ്റേൺസും ക്രോപ്പ് yieldsനെയും ഫുഡ് സെക്യൂരിറ്റിയെയും ഹാംഫുൾ ആക്കുക എന്നാണ്. അപ്പോൾ ഇൻ ഡേഞ്ചറിലാണെന്നല്ലേ വരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ജെപ്പഡൈസ് എന്നുള്ള വേർഡ് വരുന്നത്, എന്താ പറയുന്നത്, ജെപ്പഡൈസ്. അപ്പോൾ ജിയോപാർഡൈസ് എന്ന് എഴുതുന്ന വേർഡ് എങ്ങനെ വായിക്കണം,
ജെപ്പഡൈസ് എന്ന് വായിക്കണം കേട്ടോ, ജെപ്പഡൈസ്. അപ്പോൾ എന്താ വായിക്കേണ്ടത്? ജിയോ പാർഡൈസ് എന്നാണ് എഴുതുന്നതെങ്കിൽ അതിനെ നമ്മൾ വായിക്കുന്നത് ജെപ്പഡൈസ് എന്നാണ്. ഓക്കെ. അപ്പം റൈസിങ് ടെമ്പറേച്ചേഴ്സ് ആൻഡ് അൺപ്രഡിക്റ്റഡ് വെതർ പാറ്റേൺസ് ജെപ്പഡൈസ് ക്രോപ്പ് yields ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. Droughts and floods which are becoming increasingly frequent due to climate variability dash the agricultural output in many regions. അപ്പം ഡ്രോട്ട്സും ഫ്ലഡ്സും എല്ലാം, വരൾച്ചയും വെള്ളപ്പൊക്കവും എല്ലാം ഫ്രീക്വൻ്റ് ആണ്, ഇൻക്രീസിംഗ്ലി ഫ്രീക്വൻ്റ് ആണ്. അത് ക്ലൈമറ്റ് വേരിയബിലിറ്റി ഉണ്ടാകുന്നുണ്ട് അല്ലേ. അത് അഗ്രികൾച്ചർ ഇൻപുട്ട് കൂടുതൽ കിട്ടുമോ അതോ കുറവ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ പല സ്ഥലങ്ങളിലും അഗ്രികൾച്ചർ ഇൻപുട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഡിമിനിഷ് ആണ് ചെയ്യുന്നത് അല്ലേ. ഡിക്രീസ് അല്ലെങ്കിൽ ഡിമിനിഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. മൂന്നാമത്തതിനകത്ത് ഡിമിനിഷ് ആണോ, ഇൻക്രീസ് ആണോ, ഓക്മെൻ്റ് ആണോ, ബോൾസ്റ്റർ ആണോ? ഡിമിനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയുക എന്നാണ്, ഇൻക്രീസ് എന്ന് വെച്ചാൽ കൂടുക എന്നാണ്, ഓക്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലും കൂടുക എന്നാണ്, പെരുകുക എന്നാണ്. ബോൾസ്റ്റർ മീൻസ് സപ്പോർട്ട് എന്നാണ്. ബോൾസ്റ്റർ എന്താണ്? സപ്പോർട്ട്. ബോൾസ്റ്റർ മീൻസ് സപ്പോർട്ട്. അപ്പോൾ ഡിമിനിഷ് എന്ന് വെച്ചാൽ എന്താണ്? ഡിക്രീസ് ആണ്. ഇൻക്രീസും ഓക്മെൻറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുക എന്നാണ്. ബോൾസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? സപ്പോർട്ട് എന്നാണ്. അപ്പോൾ എന്തായാലും അഗ്രികൾച്ചർ ഔട്ട്പുട്ട് എന്തേ ചെയ്യത്തുള്ളൂ? ഡിമിനിഷ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ മൂന്നാമത്തേൻ്റെ ഉത്തരം ഡിമിനിഷ് ആണ് അല്ലേ. ഇനി അടുത്തത് നാലാമത്തെ നോക്കാം. കോൺസിക്വൻ്റ്ലി ഫാമേഴ്സ് ഡാഷ് ഇന്നോവേറ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നോളജീസ് ടു ദെയർ ഡാഷ് റെസീലിയൻസ് ടു ദീസ് ചേഞ്ചസ്. അപ്പോൾ കോൺസിക്വൻ്റ്ലി അതിൻ്റെ ഫലമായിട്ട് ഫാർമേഴ്സ് എന്ത് ചെയ്തു? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നോളജീസ് ഡാഷ് ചെയ്തു. എന്ത് ചെയ്തു എന്ന് നോക്കാം കേട്ടോ. ഫാർമേഴ്സ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ് അവിടെ പ്ലൂറൽ ആണ്. ഫാർമേഴ്സ് അപ്പം എംപ്ലോയി ആണോ, എംപ്ലോയീസ് ആണോ, എംപ്ലോയിങ് ആണോ, എംപ്ലോയിഡ് ആണോ? കാരണം തന്നിരിക്കുന്ന പാസേജ് പ്രസന്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. അപ്പം എംപ്ലോയി വരുമോ, എംപ്ലോയീസ് വരുമോ, എംപ്ലോയിങ് വരുമോ, എംപ്ലോയിഡ് വരുമോ? എംപ്ലോയിഡ് എന്തായാലും വരത്തില്ല, എംപ്ലോയിങ്ങും വരത്തില്ല. കാരണം എംപ്ലോയിങ് വരാത്തതിന് കാരണം അവിടെ ഓക്സിലറി വെർബൊന്നും ഇല്ല. അപ്പോൾ ഓക്സിലറി വെർബൊന്നും ഇല്ലാതെ V4 എന്തില്ല? നിലനിൽപ്പില്ല അല്ലേ. ഓക്സിലറി വെർബായിട്ട് ഈസോ, ആമോ, ആറോ, ഓസോ വേറോ അവിടെ വരണമായിരുന്നു. എന്നെങ്കിൽ മാത്രമേ അവിടെ എംപ്ലോയിങ് എന്ന് പറയുന്ന വേർഡ് വരാൻ സാധ്യതയുള്ളൂ. ഇനി എംപ്ലോയിഡ് എന്ന് പറയുന്ന വേർഡ് അവിടെ വരത്തില്ല. കാരണം തന്നിരിക്കുന്ന പാസേജ് ഫുൾ ഏത് ടെൻസിലാണ് പോയിരിക്കുന്നത്? പ്രസന്റ് ടെൻസിലാണ് പോയിരിക്കുന്നത്. ഇനി എംപ്ലോയീസ് ആണോ, എംപ്ലോയി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എംപ്ലോയി എന്ന് പറയുന്ന വേർഡ് വരത്തില്ല. കാരണം ഫാർമേഴ്സ് എന്ന് പറയുന്നത് അവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എംപ്ലോയി എന്ന് പറയുക അല്ല, ഫാർമേഴ്സ്. ഫാർമേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എംപ്ലോയി ആണ്. ഓക്കെ. അടുത്തത് കോംപ്രമൈസ് ഉണ്ട്, റെഡ്യൂസ് ഉണ്ട്, അക്സെപ്റ്റ് ഉണ്ട്, എൻഹാൻസ് ഉണ്ട്. ഏതാണെന്ന് നോക്കിയിട്ട് വരാം. ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫാർമേഴ്സ് എംപ്ലോയി ഇന്നോവേറ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നോളജീസ് ടു ഡാഷ് ടു എന്തെന്നാണ്? ടു ഡാഷ് ദെയർ റെസീലിയൻസ് ടു ദീസ് ചേഞ്ചസ്, ടു എൻഹാൻസ് ദെയർ റെസീലിയൻസ്, എന്ന് വെച്ചാൽ ഇംപ്രൂവ് ദെയർ റെസീലിയൻസ് ടു ദീസ് ചേഞ്ചസ് എന്നല്ലേ വരത്തുള്ളൂ അല്ലേ. ഈ റെസീലിയൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വരുന്നത്. എൻഹാൻസ് മീൻസ് ഇംപ്രൂവ് എന്നാണ് വരുന്നത്. ഇംപ്രൂവ്. ഓക്കെ. കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല, റെഡ്യൂസ് വരത്തില്ല, അക്സെപ്റ്റ് വരത്തില്ല, എൻഹാൻസ് വരത്തില്ല. ഓക്കെ. അടുത്തത് ഇൻ ദ ഫോളോയിങ് അപ്പോൾ നമുക്ക് പുതിയൊരു വേർഡ് കിട്ടിയത് ജെപ്പഡൈസ് ആണ്. ജെപ്പഡൈസ് മീൻസ് ഇൻ ഡേഞ്ചർ എന്നാണ് അല്ലേ, ഹാംഫുൾ ആയിട്ടുള്ളതെന്നൊക്കെയാണ്. ഇൻ ഡേഞ്ചർ എന്നാണ് ജെപ്പഡൈസ്. നെക്സ്റ്റ് വൺ, ഇൻ ദ ഫോളോയിങ് പാസേജ് സെയിം വൺ, സം വേർഡ്സ് ഹാവ് ഡിലീറ്റഡ്, റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ദ ബ്ലാങ്ക്. സാറ ആൻഡ് ടോം ലവ് ടു ഗോ ടു ദ പാർക്ക് ഡാഷ് വീക്കെൻഡ്സ്. നോക്കാം, ഓപ്ഷൻസ് നോക്കട്ടെ. ഓക്കെ. അപ്പം സാറ ആൻഡ് ടോം ലവ് ടു ഗോ ടു പാർക്ക് ഡാഷ് വീക്കെൻഡ്സ്. ഓൺ വീക്കെൻഡ്സ് ആണ്, ബിഫോർ വീക്കെൻഡ്സ് ആണ്, ഡ്യൂറിങ് വീക്കെൻഡ്സ് ആണ്, ഇൻ വീക്കെൻഡ്സ് ആണ് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് വീക്കെൻഡ്സുകളിൽ അല്ലേ. അപ്പം സാറ ആൻഡ് ടോം ലവ് ടു ഗോ ടു ദ പാർക്ക് ഡ്യൂറിങ് വീക്കെൻഡ്സ്. ലാസ്റ്റ് സൺഡേ എന്ന് പറയുന്ന വേർഡ് അവിടെ കിടപ്പുണ്ട്. അപ്പം ലാസ്റ്റ് സൺഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സൺഡേ എന്നാണ്. അപ്പം പാസ്റ്റ് ടെൻസ് ആണ് അല്ലയോ, പാസ്റ്റ് ടെൻസ് ആണ്, ശ്രദ്ധിച്ചോണം. ലാസ്റ്റ് സൺഡേ ദേ ഡാഷ് എ പിക്നിക് ബാസ്ക്കറ്റ് വിത്ത് സാൻഡ്വിച്ചസ്. ദേ ഡാഷ് എ. അപ്പോൾ ലാസ്റ്റ് സൺഡേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് നൈറ്റ്, യെസ്റ്റർഡേ, എഗോ എന്നൊക്കെയുള്ള വേർഡ്സ് വരുന്ന സെൻറ്റൻസ് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കണം പോകേണ്ടത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് നൈറ്റ്, എഗോ, യെസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡൊക്കെ വരുന്ന സെൻറ്റൻസ് എപ്പോഴും എന്ത് ടെൻസിലായിരിക്കണം പോകേണ്ടത്? അത് സിമ്പിൾ പാസ്റ്റിലായിരിക്കണം പോകേണ്ടത്. അപ്പോൾ ലാസ്റ്റ് സൺഡേ ദേ ഡാഷ് എ പിക്നിക് ബാസ്ക്കറ്റ് വിത്ത് സാൻഡ്വിച്ചസ്, ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് അല്ലയോ. അവർ ഒരു പിക്നിക് ബാസ്ക്കറ്റ് എല്ലാം എനിക്ക് ഇത് പ്രിപ്പയർ ചെയ്തു എന്നാണ് വരുന്നത്. നമുക്ക് നോക്കാം, പാക്ക് ആണോ, പാക്ഡ് ആണോ, അറേഞ്ച്ഡ് ആണോ? അപ്പോൾ എന്താ വരുന്നത്? പാക്ഡ് എന്നുള്ള വേർഡല്ലേ വരത്തുള്ളൂ. എന്താ വരുന്നത്? പാക്ഡ്. അപ്പോൾ സെക്കൻഡ് വൺ ഈസ് പാക്ഡ്. ഓക്കെ. ദേ പാക്ഡ് എ ബാസ്ക്കറ്റ് വിത്ത് സാൻഡ്വിച്ചസ്, ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ്. സെക്കൻഡ് വൺ പാക്ഡ്. അടുത്തത് ബ്രോട്ട് ആണോ, മാനേജ് ആണോ, ബൈ ആണോ, അറേഞ്ച് ആണോ എന്ന് ചോദിക്കാം. നോക്കാം.
ഈ നാല് വേർഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോട്ട് മാത്രമേ ഉള്ളൂ പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുന്നത്. മാനേജും ബൈയും അറേഞ്ചും എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലാണ് വരുന്നത്. V1 ആയിട്ട് വരുന്നത് ബ്രോട്ട് മാത്രമേ ഉള്ളൂ പാസ്റ്റ് ടെൻസ്, ബാക്കിയെല്ലാം പ്രസന്റ് ടെൻസിലാണ് വരുന്നത് കേട്ടോ. തേർഡ് വൺ അത് ഓർത്തോണേ. നമുക്ക് നോക്കാം എന്തായാലും തേർഡ് വൺ. ദേ ഡാഷ് എ ബ്ലാങ്കറ്റ് ടു സിറ്റ് ഓൺ ആൻഡ് എ ഫ്രിസ്ബി ടു പ്ലേ വിത്ത്. അപ്പോൾ ദേ ഡാഷ് എ ബ്ലാങ്കറ്റ് ടു സിറ്റ് ഓൺ, ദേ എന്ത് ചെയ്തു, ദേ ഡാഷ് എ പാക്കറ്റ്, ദേ ബ്രോട്ട് എ പാക്കറ്റ്. ദേ മാനേജ് ആണോ, ദേ ബൈ ആണോ, ദേ അറേഞ്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് സൺഡേ എന്നുള്ളത് കിടക്കുന്നില്ലേ, അതുകൊണ്ട് നമുക്കറിയാം അവിടെ എന്തായാലും വരത്തുള്ളൂ പാസ്റ്റ് ടെൻസേ വരത്തുള്ളൂ അല്ലയോ. എല്ലാം പാസ്റ്റ് ടെൻസിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സൺഡേ ദേ packed a picnic basket with sandwiches, fruits and juice. They brought a blanket to sit on a frisbee to play with. As soon as they dash at the park, നോക്കാം. ദേ വോസ് അറൈവ് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ദേ വോസ് അറൈവ് എന്നുള്ള യൂസേജ് തെറ്റാണ് അല്ലേ. ദേയുടെ കൂടെ വോസ് ഉപയോഗിക്കത്തില്ല, ദേ വേറെ എന്നേ പറയത്തുള്ളൂ. ദേ അറൈവ് അത് നമുക്ക് നോക്കാം. ദേ അറൈവ്ഡ് അത് നമുക്ക് നോക്കാം. ദേ ഹാഡ് അറൈവ് അങ്ങനെ വരത്തില്ല. കാരണം ഹാഡ് വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ തേർഡ് ഫോം മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദേ ഹാഡ് അറൈവ്ഡ് എന്ന് പറയാൻ പാടുള്ളൂ. ദേ ഹാഡ് അറൈവ്ഡ് എന്ന് പറയാം, ദേ ഹാഡ് അറൈവ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ എന്തേ വരത്തുള്ളൂ, ദേ അറൈവ് ആണ് അറൈവ്ഡ് ആണെന്ന് ചോദിച്ചാൽ ദേ അറൈവ്ഡ് എന്ന് വരത്തുള്ളൂ. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് പാസേജിനകത്ത് ഫുള്ള് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അറൈവ്ഡ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലയോ. അപ്പം സോ ദ ആൻസർ ഈസ് ദേ അറൈവ്ഡ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അറൈവ് വരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് തന്നിരിക്കുന്ന പാരഗ്രാഫ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ദേ അറൈവ്ഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് ഒരു ഓപ്ഷനും കൂടിയുണ്ട്, ഒരു ബ്ലാങ്ക് കൂടിയുണ്ട്. ദേ അങ്ങനെ അവർ എവിടെ എത്തിച്ചേർന്നു, ദേ അറൈവ്ഡ് അറ്റ് ദ പാർക്ക്. സാറ സ്പ്രെഡ് ദ ബ്ലാങ്കറ്റ് ഓൺ ദ ഗ്രീൻ ഗ്രാസ്. They enjoyed their sandwiches and had juicy oranges. After eating, they dashed to play with the frisbee. എന്നിട്ട് അവരെന്ത് ചെയ്തു, they dashed to play with the after eating. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്തു, അവർ തീരുമാനിച്ചു എന്ത് ചെയ്യുക, ഫ്രിസ്ബി കളിക്കാവുന്ന അല്ലേ, തീരുമാനിച്ചു. ദേ ഡാഷ് നോക്കാം. ദേ ഹാഡ് ഡിസൈഡ് അങ്ങനെ വരത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞു ഹാസോ ഹാവോ ഹാഡോ വന്നാൽ അതിൻ്റെ കൂടെ വെർബ് ഫോം എപ്പോഴും V3 ആയിരിക്കണം വരേണ്ടത്. എന്താണ് പറഞ്ഞത്, ഹാസോ ഹാവോ ഹാഡോ വന്നാൽ എപ്പോഴും അതിൻ്റെ കൂടെ V3 വേണം വരാൻ. എവരി വൺ ഡിസൈഡ്, ദേ എവരി വൺ ഡിസൈഡ് എന്ന് വരത്തില്ല. ദേ അവിടെ ഓൾറെഡി സബ്ജക്റ്റഡ് കിടപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ എവരി വൺ വരത്തില്ല അല്ലയോ. ഇനി ദേ ഡിസൈഡഡ് ആണോ, ദേ ഓൾ ഡിസൈഡ് ആണോ എന്ന് നോക്കാം. ഓക്കെ, ദേ ഓൾ ഡിസൈഡ് വരത്തില്ല, ദേ ഓൾ ഡിസൈഡ് എന്ന് വരത്തില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന പാസേജ് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ദേ ഡിസൈഡ് എന്ന് വരത്തില്ല. അപ്പോൾ ഇതിനകത്ത് വരാൻ സാധ്യത ദേ ഡിസൈഡഡ് എന്നാണ്. ഡിസൈഡഡ് തന്നിരിക്കുന്ന സെൻറ്റൻസ് തന്നിരിക്കുന്ന പാരഗ്രാഫ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് എല്ലാം പാസ്റ്റ് ടെൻസിൽ തന്നെ കൊണ്ടുപോകണം നിങ്ങൾ കേട്ടോ. അപ്പോൾ എന്താണ്, ഹാസോ ഹാവോ ഹാഡോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വെർബ് ഫോം എപ്പോഴും V3 ആയിരിക്കണം. ഓക്കെ, ING വന്നിരിക്കുന്ന ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, ING ചേർന്ന ഒരു വെർബ് ഫോം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഈസോ ആമോ ആറോ ഓസോ വേറോ എന്ന് പറയുന്ന ഏതെങ്കിലും ഓക്സിലറി വെർബ് അവിടെ വന്നിരിക്കണം. ജെപ്പഡൈസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ഇൻ ഡേഞ്ചർ എന്നാണ് കേട്ടോ, ഹാംഫുൾ അല്ലെങ്കിൽ ഇൻ ഡേഞ്ചർ എന്നൊക്കെയാണ്. ഓക്കെ, അടുത്തത് naval architects never claim that a ship is unsinkable, but the sink of the passenger and a car ferry Estonia dash the Baltic surely dash never have happened. നോക്കട്ടെ ഓപ്ഷൻസ്. ഓവർ ഓൺ ഇന്ന് അപ്പ്, ഓവർ ഓൺ ഇന്ന് അപ്പ് ഓർത്തിരുന്നോണം കേട്ടോ, ഓവർ ഓൺ ഇന്ന് അപ്പ്. അപ്പോൾ നേവൽ ആർക്കിടെക്ട്സ് നെവർ ക്ലെയിം ദാറ്റ് ഷിപ്പ് ഈസ് അൺസിങ്കബിൾ, അവരൊരിക്കലും ക്ലെയിം ചെയ്യത്തില്ല എന്ത് ഷിപ്പ് അൺസിങ്കബിൾ ആണെന്ന്. ബട്ട് ദ സിങ്കിങ് ഓഫ് ദ പാസേജർ ആൻഡ് കാർ ഫെറി എസ്റ്റോണിയ ഇൻ ദ ബാൾട്ടിക്. അപ്പോൾ എന്താണ് വരുന്നത്, ബാൾട്ടിക്, എസ്റ്റോണിയ ഇൻ ദ ബാൾട്ടിക് ഷുവർലി ഡാഷ്. അപ്പോൾ ഇൻ ദ ബാൾട്ടിക് എന്നാണ്, ഇന്നാണ് അവിടെ വരുന്നത് അല്ലയോ, ഇന്ന്. ഇനി അവിടുത്തത് ഡാഷ് നെവർ ഹാവ് ഹാപ്പൻഡ്, നെവർ ഹാവ് ഹാപ്പൻഡ് അവിടെ ഏത് മോഡൽ ഓക്സിലറീസ് ആണ് വരേണ്ടത്, വുഡ് ആണോ കുഡ് ആണോ ഷുഡ് ആണോ മൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അവിടെ വരേണ്ടത് എന്താണ്, വുഡാണ് അവിടെ വരുന്നത്. വുഡ് അല്ലേ. അപ്പം പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഏത് വേണം, വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡ് വേണം അവിടെ വരാൻ. വുഡ് നെവർ ഹാവ് ഹാപ്പൻഡ്, അങ്ങനെ എന്ത് ഒരിക്കലും സംഭവിച്ചിട്ടേ ഇല്ല. വുഡ് നെവർ ഹാവ് ഹാപ്പൻഡ്. ഇറ്റ് വാസ് വെൽ ഡിസൈൻഡ് ആൻഡ് ഡാഷ് മെയിൻറ്റെയിൻഡ്. വെൽ ഡിസൈൻഡ് ആൻഡ് ഡാഷ് മെയിൻറ്റെയിൻഡ് എങ്ങനെ മെയിൻറ്റെയിൻഡ് ആണെന്ന് നോക്കാം. ഓക്വേർഡ്ലി മെയിൻറ്റെയിൻഡ് വരത്തില്ല, കെയർഫുള്ളി മെയിൻറ്റെയിൻഡ് ആണോ അതോ കെയർലെസ്ലി മെയിൻറ്റെയിൻഡ് ആണോ ഹഫസാർഡ്ലി മെയിൻറ്റെയിൻഡ് ആണോ എന്ന് നോക്കാം. ഹഫസാർഡ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കെയർഫുൾ അല്ലാതെ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, കെയർലെസ് ആയിട്ടുള്ളതാണ് കെയർലെസ്ലി. ഓക്കെ, അപ്പം അതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. ഓക്വേർഡ്ലി, കെയർലെസ്ലി, ഹഫസാർഡ്ലി എല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പോൾ വെൽ മെയിൻറ്റെയിൻഡ് എന്നുള്ള മീനിങ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് പറയണം, വെൽ ഡിസൈൻഡ് ആൻഡ് കെയർഫുള്ളി
മെയിൻറ്റെയിൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്ത് വേർഡ് പറഞ്ഞാൽ കെയർഫുള്ളി മെയിൻറ്റെയിൻഡ് എന്ന് പറയുന്നത്, കെയർഫുള്ളി മെയിൻറ്റെയിൻഡ്. ഇനി അടുത്തത് okay, carefully maintained. It carried the proper number of lifeboats. It dash thoroughly inspected on the day of its fatal voyage. It dash thoroughly inspected on the day. It dash thoroughly inspected on the voyage. നോക്കാം. It have been അത് വരത്തില്ല. It was thoroughly അത് വരാം. It has been വരത്തില്ല. It was been വരത്തില്ല. അപ്പം it was thoroughly കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കുന്ന പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ, തന്നേക്കുന്ന പാസേജ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാസ് ബീൻ വരത്തില്ല. ഹാസ് ബീൻ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഹാസ് ബീൻ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ എന്തേ വരത്തുള്ളൂ, ബോസേ അവിടെ വരത്തുള്ളൂ കേട്ടോ. അവിടെ എന്താണ് വരുന്നത്, ബോസ് ആണ് അവിടെ വരുന്നത്. ഇറ്റ് വാസ് thoroughly inspected on the day of its fatal voyage. 8 hours later, the Estonia rolled over and dash in a cold and stormy night. The Estonia rolled over and dash in a നോക്കാം. എന്തായാലും മാസ്റ്റ് ടെൻസ് അവിടെ വരത്തുള്ളൂ. സാങ്ക് ആണോ, ഇംപ്രൂവ്ഡ് ആണോ, അപ്ഗ്രേഡ് ആണോ, മാർച്ച്ഡ് ആണോ? സിമ്പിളായിട്ട് നമുക്കറിയാം സാങ്ക് അല്ലേ, ഷിപ്പിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പം സാങ്ക് ആണ് പറയുന്നത് അല്ലേ. ഇംപ്രൂവ്ഡ് എന്ന് പറയുമോ, എസ്റ്റോണിയ സിങ്ക് എന്ന് പറയുന്നത് സിങ്കിൻ്റെ പാസ്റ്റൻസ് ആയിട്ടുള്ള സാങ്ക് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, തന്നേക്കുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ പാസേജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം ആദ്യം നിങ്ങൾ. പിന്നെ തന്നേക്കുന്ന പാസേജ് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ നോക്കുക. ഓക്കെ, അടുത്തത് the worst days of any summer are the rainy ones. The worst days of any summer are the rainy ones. We spend all year looking forward to dash weather and long hot days. We are looking forward to എന്ത് വെതർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, സമ്മർ സീസൺ അല്ലേ. അപ്പോൾ the worst days of any summer are the rainy ones. അപ്പോൾ സമ്മർ സീസണിലെ worst days എന്ന് പറയുന്നത് മഴ പെയ്യുന്ന ദിവസമാണ്. We spend all year looking forward to dash weather and long hot days. നമ്മൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കട്ടെ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മൾ മീനാണോ, കോൾഡാണോ, കൂളാണോ, അഗ്ലി ആയിട്ടുള്ള വെതറാണോ നമ്മളെ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്ലി വെതർ എന്തായാലും പറ്റില്ല. അഗ്ലി മീൻസ് നോട്ട് ഗുഡ് എന്നുള്ളൊരു വേർഡാണ്. അപ്പോൾ നമ്മൾ കൂളായിട്ടുള്ളൊരു വെതറാണ് ഇപ്പോഴത്തെ സീസൺ അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയുള്ളൊരു വെതറാണ്, കൂളായിട്ടുള്ളൊരു വെതറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ ആൻസർ ഈസ് കൂള്. ഓക്കെ, നെക്സ്റ്റ് വണ് ബിറ്റർ ആണോ, വാം ആണോ, ലവിങ് ആണോ, സ്വീറ്റ് ആണോ നോക്കാം. ഓക്കെ, ഓൾ ഓഫ് വിൻ്റർ വിത്ത് ഇറ്റ്സ് ഡ്രയറി ഗ്രേ ഡേയ്സ് ആൻഡ് കോൾഡ് എന്ന് പറയുന്നത് കോൾഡ്. വി ഡ്രീം ഓഫ് ദോസ് ഡേയ്സ്. അപ്പം വിത്ത് ഓൾ ഓഫ് വിൻ്റർ വിത്ത് ഇറ്റ്സ് ഡ്രയറി മീൻസ് ടയേർഡ് എന്നുള്ള ഒരു എന്താ പറയുന്നത്, ഗ്രേ ഡേയ്സ് ആണ്. അപ്പം കോൾഡ്, അപ്പോൾ അവിടെ ഒരു ഡ്രയറി മീൻസ് ഒരു നെഗറ്റീവ് വേർഡാണ്. ഗ്രേ ഡേയ്സ് ആൻഡ് കോൾഡ്, അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് വേർഡേ വരത്തുള്ളൂ. അവിടെ നെഗറ്റീവ് വേർഡായിട്ട് വരുന്നത് ഏതാണ്, ബിറ്റർ ആണ് വരുന്നത്. എന്താണ് വരുന്നത്, ബിറ്റർ. സ്വീറ്റ് ബാക്കിയുള്ള വേർഡ്സ് എല്ലാം പോസിറ്റീവ് ആണ്. അവിടെ വരുന്നത് എന്താണ്, ബിറ്റർ എന്നുള്ള വേർഡാണ് അവിടെ വരുന്നത് കേട്ടോ. വി ഡ്രീം ഓഫ് ദോസ് ഡേയ്സ് അറ്റ് ദ ബീച്ച് ലേയിങ് ഓൺ ദ സാൻഡ് ആൻഡ് ഡാഷ് ഇൻ ദ ഡാഷ്. നമുക്ക് നോക്കാം തേർഡ് വൺ. വി ഡ്രീം ഓഫ് ദോസ് ഡാഷ് ഡേയ്സ് അറ്റ് ദ ബീച്ച്. വി ഡ്രീം ഓഫ് ദോസ് ഡെഫിനിറ്റ് അല്ലെങ്കിൽ കൺഫൈൻഡ് അല്ലെങ്കിൽ എൻഡ്ലെസ് ആൻഡ് റെസ്ട്രിക്റ്റഡ്. അപ്പോൾ അവിടെ എന്ത് വരത്തുള്ളൂ, എൻഡ്ലെസ് ആയിട്ടുള്ള ബീച്ചിൽ പോയതല്ലേ. അപ്പോൾ നമ്മൾ എൻഡ്ലെസ് ആയിട്ടുള്ള ഡേയ്സ് അല്ലേ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പോൾ എൻഡ്ലെസ് ആയിട്ടുള്ള ഡേയ്സ്. റെസ്ട്രിക്റ്റഡ് മീൻസ് ലിമിറ്റഡ് എന്നാണ്. കൺഫൈൻഡ് മീൻസ് ലിമിറ്റഡ് എന്നാണ് കേട്ടോ. റെസ്ട്രിക്റ്റഡ് മീൻസ് ലിമിറ്റഡ് എന്നുള്ളതാണ്. കൺട്രോൾഡ് എന്നൊക്കെ. കൺഫൈൻഡ് ഓൾസോ റെസ്ട്രിക്റ്റഡ് മീനിങ് വരുന്ന വേർഡാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, എൻഡ്ലെസ് ആണ്, എൻഡ്ലെസ്. ഇനി അടുത്ത ഡ്രൈ ആണോ, വോക്കിംഗ് ആണോ, സോക്കിംഗ് ആണോ, എറിഡ് ആണോ നോക്കാം. ഓക്കെ, ലേയിങ് ഓൺ ദ, അപ്പം എൻഡ്ലെസ് ഡേയ്സ് അറ്റ് ദ ബീച്ച് ലേയിങ് ഓൺ ദ സാൻഡ് ആൻഡ് ഇൻ ഡാഷ് ഇൻ ദ ഡാഷ്. അപ്പോൾ അവിടെ എന്താണ് ആൻഡ് ഡാഷ് ഇൻ ദ ഡാഷ് ആൻഡ് ഡാഷ് ഇൻ ദ ഡാഷ് ആൻഡ് ഡാഷ് ഇൻ ദ ഡാഷ് നോക്കാം. ഓക്കെ, അവിടെ സോക്കിംഗ് എന്നുള്ള വേർഡാണ് വരുന്നത്. എന്താ സോക്കിംഗ് വെച്ചാൽ നമ്മൾ മുങ്ങിയിരിക്കുക എന്നുള്ള വേർഡാണ് വരുന്നത് അല്ലേ. മുക്കി വെക്കുക, മുങ്ങിയിരിക്കുക എന്നുള്ള വേർഡാണ് വരുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ സോക്ക് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. ലിക്വിഡിനകത്ത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, മുങ്ങിയിരിക്കുക എന്നാണ് വരുന്നത്. മുങ്ങിയിരിക്കുക.
അല്ലെങ്കിൽ മുക്കി വെക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. സോക്കിംഗ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സോക്കിങ്. അടുത്തത് സോളം മീൻസ് സീരിയസ് ആണ്. ബ്രൈറ്റ്, ഡള്ള്, അൺപ്ലസൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം സോളം ആണോ അത് സീരിയസ് എന്നുള്ള വേർഡാണോ വരുന്നത്, ബ്രൈറ്റ് ആണോ, ഡൾ ആണോ, അൺപ്ലസൻറ്റ് ആണോ എന്ന് വരുന്നത് നോക്കാം. ആൻഡ് ദെൻ സമ്മർ കം ആൻഡ് ദെൻ ആൻഡ് ഇൻ ദ ഡാഷ് ആൻഡ് ദ ബേണിംഗ് സൺ ആൻഡ് അപ്പോൾ സോക്കിംഗ് ഇൻ ദ ഡാഷ് ആൻഡ് ബേണിംഗ് സൺ ആൻഡ് ബ്രൈറ്റ് സൺ, ബ്രൈറ്റ് ആൻഡ് ബേണിംഗ് സൺ. അപ്പോൾ സണ്ണിനെ കുറിച്ചല്ലേ പറയുന്നത്, അപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള സൺ ആയിരിക്കും അല്ലേ. സമ്മർ സീസണിലാണ്, അതുകൊണ്ട് സൺ എപ്പോഴും എന്തായിരിക്കും, നല്ല ബ്രൈറ്റ് ആയിരിക്കും അല്ലയോ. ആൻഡ് ദെൻ സമ്മർ കംസ് ആൻഡ് ഇറ്റ് റെയിൻസ് ആൻഡ് ദെൻ ഇറ്റ് ആൻഡ് ദെൻ സമ്മർ കംസ് ഇറ്റ് റെയിൻസ്. അപ്പോൾ ഉത്തരം ഓക്കെ അല്ലേ. അപ്പോൾ ക്ലോസ് ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. ക്ലോസ് ടെസ്റ്റ് ഇത്രയായപ്പോഴത്തേക്ക് ക്ലോസ് ടെസ്റ്റ് തീർന്നു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെല്ലിംഗ് കറക്ഷനെ കുറിച്ചുള്ള ഒരു സെഷനും കൂടിയുണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഇതിനകത്തു നിന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെപ്പഡൈസ് എന്നുള്ള ജിയോ പാരഡൈസ് എന്ന് എഴുതുന്നത്, ജെപ്പഡൈസ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ പഠിച്ചു അല്ലേ. ജെപ്പഡൈസ് എന്നുള്ളൊരു വേർഡ് പഠിച്ചു. ജെപ്പഡൈസ് എന്നുള്ളൊരു വേർഡ് നമുക്ക് നോക്കാം. പിന്നെ പഠിച്ചു ഹാസോ, ഹാവോ, ഹാഡോ വന്നാൽ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വെർബ് ഫോം എപ്പോഴും അതെന്തായിരിക്കണം, V3 ആയിരിക്കണം. V3 ആയിരിക്കണമെന്ന് പറഞ്ഞു. കൊഗ്നീഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് പഠിച്ചു. മെൻ്റൽ പ്രോസസ്സാണ്, റിലേറ്റഡ് ടു നോളജ് ആണ് അല്ലേ. നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള മെൻ്റൽ പ്രോസസ്സാണ് കൊഗ്നീഷൻ എന്ന് പഠിച്ചു. ഓക്കെ. നെക്സ്റ്റ് പഠിച്ചത് ഓക്കെ ഫൈൻഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ V2 V3 ഫൗണ്ട് ആണ്. ഫൗണ്ട് എന്ന് പറയുന്ന വേർഡിൻ്റെ V2 V3 ഫൗണ്ടഡ് ഫൗണ്ടഡ് ആണ്. ഓക്കെ. അത് കഴിഞ്ഞ് പഠിച്ചത് ഓക്മെൻറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് പഠിച്ചു. ഓക്മെൻറ്റ് മീൻസ് പെരുകുക എന്നാണ് കേട്ടോ. അപ്പോൾ എണ്ണം വർദ്ധിക്കുക എന്നാണ്. ഇൻക്രീസ് ഇൻ നമ്പർ ഓർ മൾട്ടിപ്ലൈ ഇൻ നമ്പർ എന്നാണ് ഓക്മെൻറ്റ്. ബോൾസ്റ്റർ മീൻസ് സപ്പോർട്ടാണ്. ഡിമിനിഷ് മീൻസ് ഡിക്രീസ് ആണ്. ഇനി എംപ്ലോയിയും എംപ്ലോയീസും നമ്മൾ ഡിഫറൻസ് രണ്ട് V1 ആണ്. ഒരാൾ സിംഗുലറും ഒരാൾ പ്ലൂറലും ആണെന്നേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. എംപ്ലോയി ആൻഡ് എംപ്ലോയീസ് രണ്ട് നമ്മുടെ ഡിഫറൻസ് എന്നാണ്, ഒരാൾ സിംഗുലറും ഒരാൾ പ്ലൂറലുമാണ്. സോറി, ഒരാൾ സിംഗുലറും ഒരാൾ പ്ലൂറലുമാണ് കേട്ടോ. അപ്പം അവിടെ ഫാർമേഴ്സ് എന്ന് പറയുന്ന വേർഡ് സിംഗുലർ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തു. എൻഹാൻസ് മീൻസ് ഇംപ്രൂവ് എന്നാണ്. എൻഹാൻസ് എന്നാണ്, ഇംപ്രൂവ് എന്നാണ് വേർഡ് മീനിങ്. ഇനി പഠിച്ചത് ഹാസോ, ഹാവോ, ഹാഡോ വന്നാൽ വെർബിൻ്റെ തേർഡ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബിറ്റർ മീൻസ് നോട്ട് സ്വീറ്റ് എന്നുള്ളത്, കൈപ്പേറിയ എന്നുള്ളതാണ് കേട്ടോ. അറിയാലോ. കൺഫൈൻഡ് മീൻസ് റെസ്ട്രിക്റ്റഡ് എന്നാണ്. കൺഫൈൻഡ് മീൻസ് റെസ്ട്രിക്റ്റഡ് എന്നാണ്. സോക്കിങ് അറിയാമല്ലോ. സോളംനി മീൻസ് സിൻസിയർ ആൻഡ് സീരിയസ്, സീരിയസ് എന്നുള്ള വേർഡാണ്. ഓക്കെ. സോ താങ്ക് യു. അപ്പോൾ ഇനി ഒരു സെഷൻ കൂടി ഉണ്ട്, അതും കൂടി എടുക്കാം നമുക്ക്. ഓക്കെ.